പറയുന്നതിന്റെ അർത്ഥം. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. രുചിയുണ്ടോ? നല്ല രുചിയുണ്ട്. ഞാൻ തരുന്ന അത്രയുണ്ടോടാ? ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ വായിച്ചല്ലേ. വീട്ടിൽ പറയുകയാണെങ്കിൽ ഡാഡി ചെറുപ്പത്തിൽ ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കണമെങ്കിൽ അമ്മ ത്രൂ ആണ്. അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി അമ്മയോടുള്ള ബോണ്ട് കൂടുതൽ സ്ട്രോങ് ആയി. പിന്നെ അമ്മയുടെ ഫുഡ് അതൊരു രക്ഷയില്ല, ഭയങ്കര കൈപ്പുണ്യമാണ്. ഏത്തക്കപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലല്ലേ? അതാണ്. അവിടെ അവരുടെ വീട്ടിൽ ഇതിന്റെ ബാക്കിയാ കൊടുപ്പാ. ഓഫ് കോഴ്സ്. സിമ്പിൾ ആൻഡ് ഹംബിളാ. അന്നു എന്ന് പറയുവാണെങ്കിൽ അതൊരു പ്രത്യേക ഒരു ക്യാരക്ടറാണ്. അതിനുവേണ്ടി വേറൊരു എപ്പിസോഡ് എടുക്കേണ്ടി വരും. ഒരു 5 മിനിറ്റ് മിണ്ടായിരിക്കത്തില്ല. അവളൊന്ന് കൊതിച്ചോ, ദൈവമേ ഒന്ന് മിണ്ടായിരുന്നിരുന്നെങ്കിലും. ഞാനാണ് ഒന്നാമത് എൽഡസ്റ്റ്. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എൻ്റെ സിസ്റ്റേഴ്സ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും, ഞങ്ങൾ ഇച്ചിരി കൂടെ ക്ലോസ് ആയിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, രണ്ടുപേർക്കും എന്നെ ഒരു വിലയില്ല. അമ്മേ അച്ചു എന്താ പറയുന്നത്, എനിക്കൊരു എൻ്റെ മോനെ പോലെ ആയിരുന്നു. കാരണം ഞങ്ങൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എത്രയാണ്? 10 years ഡിഫറൻസ് ഉണ്ട്. അതാട്ടോ അനിയൻ. ആളെ ഒന്ന് കാര്യമായിട്ട് നോക്കിയേക്കണേ. അപ്പം അവൻ വളർന്നു വരുന്നതുകൊണ്ട് അവൻ എന്നെ ഒരു മെന്റോർ പോലെ നടന്നു. ഞാൻ എന്ത് ചെയ്യുന്നു അതുപോലെ അവൻ ചെയ്യും. ഞാനും ചിന്നുമായിട്ടാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ 2 വയസ്സിൻ്റെ ഗ്യാപ്പ് വേണം. അപ്പം ഞങ്ങൾ ഒരേ പോലെ വളർന്നു വന്നത്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അടിയായിരുന്നു. ബിക്കോസ് ആടി എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ അവൻ പോര്. ഓക്കെ, വെഡിങ്ങിന്റെ പ്ലാനിങ് ഞാൻ പറയാം. ചിലപ്പോ ആ വെഡിങ് കാരണം ഞങ്ങൾ ബ്രേക്കപ്പ് ആയിരുന്നു. ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴിങ്ങനെ മോർണിംഗ് ഫുള്ള് ഡ്രൗസി, ഈവനിങ് ആകുമ്പോഴത്തേക്കും ബൾബ് അരുൺ ഇസ് എക്സാക്ട്ലി ദ ഓപ്പോസിറ്റ്. ചെയ്യാൻ അറിയാമോ? എനിക്ക് അറിഞ്ഞൂടാ, എന്നെ നോക്കല്ലേ. നീ ഇപ്പൊ എങ്ങനെ ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ചെയ്യരുത്. എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കുമാണ് ഓരോരോ ഹേർഡിൽസിന്റെ കാര്യം പറയുമ്പോഴാ ഞങ്ങൾക്ക് ആദ്യമേ കൊറോണ വന്നു. അത് കഴിഞ്ഞിട്ടും പിന്നെയും എവറി ഡേ റെസ്ട്രിക്ഷൻസ് മാറിക്കൊണ്ടിരിക്കുക. ഈ മുടി അച്ഛമ്മ അവിടുന്ന് തുടങ്ങി അടിയാണ്. വേണോ വേണ്ടോ, എനിക്ക് കാണാൻ പറ്റത്തില്ലെങ്കിൽ വേണ്ട. അങ്ങനെ സമയം എല്ലാം മാറി മാറി. അപ്പോൾ ആദ്യമേ 25th April എന്നുള്ളതിന് ടൈം 2nd May ആക്കി. 2nd May 3:30 ടൈം ഉള്ളത് 3 PM ആക്കി. 3 PM എന്നുള്ളത് പിന്നെ 2 PM ആക്കി. ഫുൾ അൺസർട്ടനിറ്റി. എനിക്ക് ഒട്ടും കോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തോന്നി അൺസർട്ടനിറ്റി. നടക്കുവോ ഇല്ലയോ. Times we had, oh, when the wind would blow with rain and snow, were not all bad. We put our feet just where they had to. തന്നൂരിൽ ടാറ്റ കൊടുത്തു. സ്മജ്ജായില്ലല്ലോ അല്ലേ? ഇവിടെ ശരിക്കും ഞങ്ങൾ ദുബായിൽ വെച്ച് മീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വലിയ സീരിയസ് ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് കാഷ്വലായിട്ട് കോഫിക്ക് പോകും, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. ഒരു വെരി കാഷ്വൽ ഡേറ്റിംഗ്.
എന്നാ പിന്നെ ഇതിനെ ഇടത്തേക്കാം. മെയിനായിട്ടും എനിക്ക് തോന്നുന്നു 2020 കൊറോണ വന്നപ്പോഴുള്ള ഡിഫിക്കൽട്ടീസും ആ സമയത്ത് നമ്മൾ കൂടുതൽ ഡിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ തുടങ്ങി. അതുവരെ ഞങ്ങൾ എപ്പോഴും കാണുമായിരുന്നു. ഓൾമോസ്റ്റ് മിസ്സിങ് എന്താ ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല. സ്പാർക്ക് ഓഫ് ദ മൊമെന്റ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ആ ഡിസ്റ്റന്റ് ആയിരുന്ന സമയം തന്നെ. അന്നേരമാണ് ഏറ്റവും മിസ് ചെയ്യുന്നു, ലൈക്ക് ഐ നീഡ് ഹർ ഇൻ മൈ ലൈഫ് എന്നൊരു ഫീലിംഗ് ഉള്ളത്. സോ ദാറ്റ്സ് വെൻ വി ഡിസൈഡഡ് വിൽ ഗോ അഹെഡ് വിത്ത് ദിസ്. പിന്നെ ഒരു കെട്ടുള്ള 2 കെട്ടുണ്ടോ? നിന്നെ 2 കെട്ട് കെട്ടിയല്ല എല്ലാവരും കൂടെ തിരുമ്പി തരേണ്ടത്. റെഡിയാകുമ്പോ പറ. നോക്കി പഠിച്ചാ തോന്നുന്നില്ല. സൈഡ് മുടി ചിന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കൂടുതൽ സമയം എടുത്തു. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നമുക്ക് തീർക്കാൻ പറ്റില്ല. കാരണം അവിടെ നിന്ന് ഇറങ്ങി പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയി. 5 മണിയാടാ. ഇത് ആൾക്കാരെ എന്നെ അവളെ കാണാത്തതുകൊണ്ട് എല്ലാവരും ഭയങ്കര പാനിക്ഡ് ആയി. എല്ലാവരും ഞങ്ങളെ തപ്പി ഇറങ്ങി. ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് പക്ഷെ ഡാർക്ക് ലൈറ്റിൽ കിട്ടുമോ? ഫ്ലവർ ബെഡ് കിട്ടുമോ? കിടക്കുന്നത് ഞങ്ങള് നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ഫോട്ടോഷൂട്ട് മാത്രമേ ഓർത്തിരിക്കാനുള്ളൊരു കാര്യമുള്ളൂ. ബലൂൺ വിടുന്നതാ ഇപ്പൊ ഇവിടെ എല്ലാവരും ധൃതി വെക്കുക. ഇനിയിപ്പം എടുക്കാൻ ബലൂൺ വിടുന്നത് കൂടെ കിട്ടാ കൊടുക്കാലോ. എടുത്തോ. രാത്രി ഒന്നും കിട്ടത്തില്ല ഇത്. അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ പോയപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് ആക്ച്വലി മനസ്സിലായില്ല എന്തോ ഈ സംഭവിക്കുന്നതിന്, ആരോടെ ദേഷ്യപ്പെടുന്നതെന്ന് ഒന്നും എനിക്ക് മനസ്സിലായില്ല. കേറിയിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇല്ല, നിങ്ങളൊന്ന് അകത്തോട്ട് നിൽക്കുക. നിങ്ങളവിടെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുക. ഒന്നും പറയണ്ട. കാറ്റ് വരുന്നു. നിക്ക് ഇയാള് ഫ്രണ്ടില്. ഒരു മിനിറ്റ് വരുവോ അതാ വിടുവോ? നിങ്ങളങ്ങ് നടത്തിക്കോ. എനിക്കറിയത്തില്ലായിരുന്നു ആരാ ധൃതി വെക്കുന്നത്. അത് കഴിഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞ അച്ഛനാണ് ഈ വിളിക്കുന്നത്. അത് അപ്പോഴത്തേക്ക് ഫോട്ടോഷൂട്ടിൽ കഴിഞ്ഞ അച്ഛൻ നമ്മളെ വിളിച്ച് അതോട്ട് കയറ്റി. ഹാപ്പിയായി. ഹാപ്പി ആയിരുന്നു. പരിപാടിയാ. ഒരു ഇഷ്യൂ എല്ലാം കഴിഞ്ഞ അവിടെ തന്നെ. നമ്മളൊന്നും ഓർത്ത് വെക്കുന്നില്ല. എല്ലാം അച്ഛനെ മറന്നു കാണുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ കൂളായി. കൊലിപ്പ് കാറാ. ഞാനാണെങ്കിൽ ഫുൾ ടൈം ദേഷ്യ. പക്ഷെ ഇവിടെ ഒരാളെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാ കൂളാക്കാൻ. ഞാൻ പൊതുവെ ഒത്തിരി കെയർ ഫ്രീ ആണല്ലോ. അപ്പോൾ ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ടാക്കും. അപ്പോൾ നീ മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ പഠിക്കുക. അപ്പം എന്നെ മിസ്റ്റേക്സ് ചെയ്യാതിരിക്കാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഒത്തിരി. കൂടെ കെയർ ഫ്രീ ആക്കാനും ഇങ്ങനെ എല്ലാ കാര്യത്തിലും സ്റ്റക്കപ്പ് ആവാണ്ട് ലെറ്റ് ഗോ ചെയ്യാനൊക്കെ കുറച്ചും കൂടെ പഠിപ്പിച്ചത്. അത് കാരണം ഒരുപാട് താങ്ക്ഫുള്ളാണ്.
സത്യം. ഇത്ര അടുത്ത് നിന്ന് എങ്ങനെയാ നിങ്ങൾ സംസാരിക്കുന്നത്? ഈ ആളെ കാണുന്നില്ല.